എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം നമുക്ക് 8 നോയമ്പൊക്കെ അല്ലേ. അപ്പം നമുക്കൊരു മീനില്ലാതെ നമ്മുടെ ഇലിമ്പിപ്പുളി വെച്ച് നമുക്കൊരു മീൻ പീര ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല മീൻ കറി മാറി നിൽക്കുന്ന ആ മീൻ പീര ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു മീനില്ലാതെ ഒരു മീൻ പീര വെച്ചാലോ. അപ്പോൾ നോയമ്പൊക്കെ അല്ലേ. അപ്പം ഇത് ഞാൻ ഇലിമ്പിപ്പുളി, ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചീമപ്പുളി ഇലിമ്പപ്പുളി എന്നൊക്കെ പറയും. ഒത്തിരി വലിയ പുളിയില്ലാത്ത ചെറുത്, ഒത്തിരി അങ്ങ് മൂത്ത് പോകാത്ത ചെറുത് ഞാനൊരു 5 ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ, പീരയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിലും ഇട്ടാൽ മതി. ഞാനിത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് പേസ്റ്റ് ഇട്ടു. ഒരു മീഡിയം സൈസ് സവോളയും ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 10 കാന്താരി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇവിടെ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മീനില്ലാതെ പീര തോറ്റു പോകുന്ന രീതിക്കുള്ള നമ്മുടെ ഈ പീര ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. എളുപ്പമാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ആദ്യമേ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ടു, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ ഉള്ളിയും സവോള ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് ഉണ്ടാക്കിക്കോണേ. പിന്നെ ഇവിടെ ആൾ കുറവായതുകൊണ്ടാണ് ഞാൻ ഈ 5 എടുത്തത്. പിന്നെ ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. പിന്നെ ഞാൻ അത്രയും കാന്താരി ഇട്ട് കൊടുത്തു. തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള മഞ്ഞൾ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കളറൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് മാത്രം മതി. ഇനി നമുക്കതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത്രയും സംഭവത്തിന് പിടിക്കാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ സ്പൂണ് വെച്ച് തിരുമ്മിയാൽ ശരിയാകില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടിത് ഇതുകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ മീൻ പീരയ്ക്കൊക്കെ നമ്മൾ തിരുമ്മുന്ന നമുക്കൊരു മണമൊക്കെയാണ് വരുന്നത്. നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിൻ്റെയൊക്കെ ഉണ്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ പുളി നമുക്ക് വേണ്ട, പുളിയുണ്ട്. ഇനി പിന്നെ വെള്ളവും നമുക്ക് ഒഴിക്കണം. നമ്മുടെ ഇലിമ്പം പുളി വെള്ളമാണല്ലോ, അതുകൊണ്ട് നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കണ്ട. നല്ല പുളിയുണ്ട്. അപ്പം നമുക്കിനി ഇതുണ്ട്, ഇതിനകത്ത് വെള്ളം വേണ്ട. ഇതിപ്പം നമ്മൾ ചെറു തീയെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് വെള്ളം ഇറങ്ങിക്കോളും. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചൊന്ന് തീയിലേക്ക് വെക്കാവേ. അതെല്ലാം തിരുമ്മി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കത്തിക്കരുത്. ചെറിയ തീയിൽ, നമ്മുടെ കനം കുറഞ്ഞ ചട്ടിയായിട്ട് ചെറിയ തീ ഇട്ടാൽ മതി. പെട്ടെന്ന് ഇത് ചൂടായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കുഴച്ച് കളയരുത്, ഇളക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ മീൻ പീര എങ്ങനെയാണെന്ന് നോക്കാം. മീനില്ലാത്ത മീൻ പീര നമ്മൾ വേറൊരു അടപ്പ് കൊണ്ടായിരുന്നു. ഈ അടപ്പ് കൊണ്ട് അങ്ങനെ അടച്ചത്. ആ അടപ്പ് അതിനകത്ത് ഇറങ്ങി പോകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിനകത്ത് ഉണ്ടോ വെള്ളം, നമ്മുടെ ഇലിമ്പം പുളിയുടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. നല്ല മീൻ പീരയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചട്ടിയല്ലേ, അപ്പം പെട്ടെന്ന് അങ്ങ് ചൂടായി വരുമല്ലോ എന്നോർത്ത്. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഇലിമ്പപ്പുളി പെട്ടെന്ന് ചൂടടിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻ പീര അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ മീൻ പീരയ്ക്കകത്ത് ഒഴിക്കുന്നത് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, നമ്മൾ സാധാരണ എല്ലാ മീൻ പീരയ്ക്കകത്തും മീൻ പീര വെച്ചേച്ച് നമ്മൾ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചല്ല അവസാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അടിപൊളി ഇതേ നമ്മുടെ മീൻ പീര മീൻ തോരൻ റെഡിയായി. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ല. നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കണം, നല്ല അടിപൊളിയാണ്. നമ്മുടെ നത്തോലിയൊക്കെ പീര വെക്കല്ലേ, അത് സെയിം പോലെയാണ്, അതുപോലെ തന്നെയാണ്. ഞങ്ങളൊക്കെ ഇത് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയങ്ങളിൽ ഈ 50 നോയമ്പിൻ്റെ സമയത്തും സിസ്റ്റേഴ്സിൻ്റെ ആണല്ലോ, അപ്പോൾ 50 നോയമ്പിൻ്റെ സമയത്തും 25 നോയമ്പിൻ്റെ സമയത്തും കപ്പയ്ക്കൊക്കെ ഞങ്ങൾക്ക് തരുന്ന കറിയായിരുന്നിത്. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തെന്ന് വെച്ച് നോക്കിയേ. പിന്നെ നമുക്ക് മീനില്ലെങ്കിലും നമ്മൾ നോയമ്പിലോ അല്ലെങ്കിൽ മീൻ കൂട്ടാത്ത സമയങ്ങളിലോ ഒക്കെ നമ്മളിങ്ങനെ ഒരു അടിപൊളി തോരൻ വെക്കും. സൂപ്പർ ടേസ്റ്റാണ്. ഇനി വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു.
സൂപ്പറായിരുന്നു എന്ന് പറയണം. ഇതുപോലെ തന്നെ നമുക്ക് പച്ചത്തക്കാളിക്ക വെച്ചാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ പീര ഉണ്ടാക്കിയെടുക്കാം, പിലിമ്പിപ്പുളി വെച്ചെടുക്കാം, അങ്ങനെ പല പല സംഭവങ്ങൾ വെച്ച് നമുക്കിതുപോലെ പീര ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീണ്ടും നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.